ലോകമെമ്പാടുമുള്ള ബാക്കിയുള്ള എല്ലാ അനിമേ സീരീസ് എടുത്ത് നോക്കിയാലും പവർ ലെവൽ വെച്ചാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ സീരീസിനൊരു പ്രത്യേകതയുണ്ട്. IQ ലെവൽ വെച്ചാണ് ആൾക്കാർക്ക് ഇവരെ ഇഷ്ടപ്പെടുന്നത്. അതെ, പറഞ്ഞു വരുന്നത് ഡെത്ത് നോട്ട് എന്ന് പറയുന്ന ലെജൻഡറി സീരീസിനെ പറ്റിയാണ്. അതിൽ തന്നെ കഥാനായകനായി വിശേഷിപ്പിക്കുന്ന ലൈറ്റ് യാഗമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടിമുടി വിറപ്പിച്ച ആദ്യ 3 എപ്പിസോഡുകളിൽ തന്നെ അന്യായ ബിൽഡപ്പ് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു തരത്തിൽ കഥാനായകനായിട്ടുള്ള ലൈറ്റ് യാഗമിനേക്കാളും ബുദ്ധിശക്തിയുള്ള ദ ഗ്രേറ്റസ്റ്റ് ഡിറ്റക്റ്റീവ് ഇൻ ദ എൻറ്റയർ ആനിമേ സീരീസ് എന്ന ആലിയാസ് ഉള്ള ഡെന്യു കോയിൽ റിയൂസാക്കി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സൈക്കോളജിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള എല്ലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. ഓക്കെ ഫൈൻ, കംപ്ലീറ്റ് ക്യാരക്ടർ ബ്രേക്ക് ഡൗൺ ഓഫ് എൽ ഇൻ ഡെത്ത് നോട്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇതിൽ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. സോ ഡെത്ത് നോട്ട് എന്ന് പറയുന്ന സീരീസ് അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോളൂ. കാരണം ആനിമേ ഫാനാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു 1.5 സീരീസാണ് ഈ ഡെത്ത് നോട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ, കംപ്ലീറ്റ് ക്യാരക്ടർ ബ്രേക്ക് ഡൗൺ ഓഫ് എല്ലിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഡെത്ത് നോട്ട് എന്ന് പറയുന്ന സീരീസിൻ്റെ ഒരു ചെറിയ വിവരണം കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് ഇത് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഷോർട്ട് സമ്മറി. ഡെത്ത് നോട്ട് എന്ന് പറയുന്ന സീരീസിൽ ഡെത്ത് നോട്ട് എന്ന് പറയുന്ന ഒരു ബുക്ക് ആകാശത്ത് നിന്ന്, അതായത് ഷിനിഗാമി റേലം, ഷിനിഗാമി നമുക്കറിയാം നാരുട്ടോ യൂണിവേഴ്സിലെല്ലാം ഉള്ളതുപോലെ തന്നെ യമദേവന്മാരാണ്, മരണത്തിൻ്റെ ദേവന്മാർ. ഇവന്മാരുടെ ലോകത്തിൽ നിന്ന് ഒരു ബുക്ക്, ഒരു ഷിനിഗാമിയുടെ ബുക്ക് താഴേക്കിടുന്നതാണ്. ആ ഷിനിഗാമിയുടെ പേരാണ് റിയൂക്ക്. അദ്ദേഹം ബോറടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹ്യൂമൻ വേൾഡ് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി താഴെ കിട്ടുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എന്നിരുന്നാലും ആ ബുക്ക് കയ്യിൽ കിട്ടുന്ന ആളാണ് കഥാനായകനായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് കഥ തന്നെ പോകുന്നത്, ലൈറ്റ് യാഗമി. ഈ ലൈറ്റ് യാഗമി സാധാരണ ഒരു കുട്ടിയല്ല, അദ്ദേഹം ടോപ്പ് നോച്ച് ക്ലെവർ ആൻഡ് ഇൻ്റലിജൻ്റ് ആണ്, ഡിലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് ഈ ലൈറ്റ് യാഗമി. സോ ലൈറ്റ് എന്ത് വിചാരിച്ചു, ഡെത്ത് നോട്ടിനെ പറ്റി അറിയുകയും അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഷിനിഗാമി റേലം കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുന്നു, ലോകത്തിലുള്ള എല്ലാ വില്ലന്മാരെയും എല്ലാ ക്രൂരതകൾ ചെയ്യുന്നവരെ ഞാൻ ശിക്ഷിക്കും, ഞാനൊരു പുതിയ വേൾഡ് തന്നെ ഉണ്ടാക്കും, അതിൻ്റെ ദൈവമായി മാറും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ലൈറ്റിന് കിട്ടുകയും ചെയ്യുന്നു. സോ കോൺസിക്യൂട്ടീവായിട്ട് അവരുടെ വില്ലേജിൽ നടക്കുന്ന ഈ ഒരു കൊലപാതകങ്ങൾ, അതായത് ഒരു കോഴ്സ് എഴുതിയില്ലെങ്കിൽ ചുമ്മാ പേരെഴുതി വെക്കുകയാണെങ്കിൽ വിത്തിൻ 40 സെക്കൻഡ്സ് ആൾക്കാർക്ക് ഹൃദയാഘാതം മൂലം മരിച്ചു പോകുന്നതായിരിക്കും. സോ അങ്ങനെയാണ് ഡെത്ത് നോട്ട് വർക്ക് ചെയ്യുക. കോഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർ മരിക്കും. സോ പാരലലി കുറേ കൊലയാളികളും കുറേ പ്രിസണേഴ്സും ഇങ്ങനെ മരിക്കുന്നത് കണ്ടപ്പോഴേക്ക് അവിടുത്തെ ഗവൺമെൻറ്റിനും എൻ്റയർ വേൾഡിനും ഒരു ഡൗട്ട് തോന്നി, ഇത് ആരോ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്നൊക്കെ അവർക്ക് ഒരു ഡൗട്ട് തോന്നി. അങ്ങനെ ആ ഒരു ഇൻ്റർനെറ്റ് സംഖ്യം തന്നെ അവർക്കൊരു പേര് കൊടുത്തു, അതാണ് കിറ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് യാഗമയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കിറ എന്നുള്ള അപരനാമം ഇന്റർനെറ്റ് ഇദ്ദേഹത്തെ വിളിക്കുന്നതാണ്. കാരണം ഫേസ് ഒന്നും അറിയത്തില്ലല്ലോ, ഒരു പവറും ഇല്ല. സോ ഇങ്ങനെ കോൺസിക്യൂട്ടീവായിട്ട് കുറേ കൊലയാളികളെ കൊന്നു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ ഗവൺമെൻറ് ബോഡീസിനും ഒരിതുണ്ടാകുകയും, അതായത് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, ഈ ഒരു കേസ് അന്വേഷിക്കണമെന്ന് പറയുകയും, ഇവർ കുറ്റവാളികളാണെങ്കിലും കൊല്ലുവാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല, ഇത്രയും കൊന്നൊടുക്കാൻ ഇവൻ ആര് ദൈവമോ എന്നുള്ള രീതിയിൽ ഇവരൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കുകയാണ്. ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല എങ്ങനെയാണ് മരിച്ചതെന്ന്. സോ ഈ ഒരു ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളാണ് നമ്മൾ ഇന്ന് ക്യാരക്ടർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്ന ആ ഒരു വ്യക്തി, ദ മൈറ്റി എൽ. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് നോട്ടിനെ കുറിച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആരാണോ എഴുതുന്നത് അയാൾക്ക് അയാളുടെ മുഖവും അയാളുടെ ഫുൾ നെയിം, യഥാർത്ഥ പേരും അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു മുഖവും ഇല്ലാതെ ഒരു ഫേക്ക് അലിയാസ് നെയിം എഴുതി കഴിഞ്ഞാൽ ഡെത്ത് നോട്ട് വർക്ക് ആവില്ല. ഇൻ കേസ് അങ്ങനത്തെ ഒരു നോളജ് കിട്ടണമെങ്കിൽ ഷിനിഗാമിയുടെ ഐസ് അല്ലെങ്കിൽ കണ്ണ് നമ്മൾ മേടിക്കണം. ഈ ഷിനിഗാമിയുടെ കണ്ണ് നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി കാലഘട്ടം അവർക്ക് ദാനമായി കൊടുക്കണം. ഇങ്ങനെ ഒരു ക്യാച്ചും കൂടെ ഡെത്ത് നോട്ടിനുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമായിരിക്കും എന്തുകൊണ്ട് എല്ലിൻ്റെ പേര് എഴുതിയില്ല എന്ന്. കാരണം എല്ലിൻ്റെ ഒരു അലിയാസ് നെയിമാണ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അതല്ലായിരുന്നു. അത്രയ്ക്കും ക്ലെവർ ആയിരുന്നു എൽ. ഈ ഒരു കേസിന് കിറാനെ ഡയറക്റ്റ് പിടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫേസ് തന്നെ കാണിച്ചത്. ആദ്യം തൊട്ട് അദ്ദേഹം വാട്ടറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഹിഞ്ച്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വെച്ചാണ് പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പോലീസുകാർക്ക് എല്ലിനെ ഭയങ്കര വിശ്വാസമായിരുന്നു, കാരണം അദ്ദേഹം എല്ലാ കേസും തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഇമ്പാക്റ്റ് തന്നെ അങ്ങനെയാണ്, ദ ഗ്രേറ്റസ്റ്റ് ഡിറ്റക്റ്റീവ് എവർ എന്നാണ് കൊടുക്കുന്നത്.
സീരീസിലുടനീളം അദ്ദേഹം റിയൂസാക്കി എന്ന പേരിലും റിയൂഗ എന്ന പേരിലും എറാൾഡോ കോയിൽ ഡെന്യൂവെ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കോയിലും ഡെന്യൂവയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വിചാരിച്ചുകൊണ്ടിരുന്ന ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ക്ലെവർ ആയിട്ടുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡിറ്റക്റ്റീവ് ആണെന്നാണ് പിന്നീടാണ് സീരീസിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് പേരും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം 3 പേരിലാണ് അറിയപ്പെട്ടത്, അതായത് എൽ, കോയിൽ, ഡെന്യൂവെ. ഈ റിയൂസാക്കി, റിയൂഗയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കിറ കേസിൽ അദ്ദേഹം ഉപയോഗിച്ച അലിയാസ് നെയിമുകളാണ്. എല്ലിൻ്റെ ക്യാരക്ടർ അനാലിസിസ് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ക്രീപ്പി ആയിട്ട് നമുക്ക് തോന്നും. യെസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇരിക്കുന്ന പൊസിഷൻ ഉണ്ട്, ഒരു ക്രൗച്ചിങ് പൊസിഷൻ. അങ്ങനെയാണ് അദ്ദേഹം എവിടെയും ഇരിക്കുന്നത്. ആ ഒരു ക്രൗച്ച്ഡ് പോസ്റ്ററിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒബ്സർവേഷൻ പവർ ഹൈ ആയിരിക്കുന്നതാണ്. അദ്ദേഹം എപ്പോഴും സീരീസിൽ ഒരേ ഡ്രസ്സിലാണ് കാണപ്പെടുന്നത്. അദ്ദേഹം ഉറങ്ങാറുമില്ലെന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇങ്ങനെ കുഴിഞ്ഞ് ഒരു ബാഗ്സ് പോലെ ഇരിക്കുന്നത്. ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡേർട്ടി പോസ്റ്ററും സ്ട്രെയിഞ്ച് ഹാബിറ്റ്സും യറ്റ് ഇറസ്റ്റിബിൾ കരിസ്മയുള്ള ഒരുത്തനായിരുന്നു ഈ പറഞ്ഞ എല്ല്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഡെത്ത് നോട്ട് ഒറ്റ ഇരിപ്പിന്, അതായത് കണ്ടിട്ട് ആദ്യത്തെ 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ 10 മിനിറ്റ് എനിക്കൊരു ഫീൽ തോന്നി. അത് കഴിഞ്ഞ് ലൈറ്റിൻ്റെ ബുക്ക് കിട്ടിയിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ എപ്പിസോഡ് 25 വരെ ഒറ്റ ഇരിപ്പിനാണ് കണ്ടത്. എൻറ്റയർ ഡേ ഇരുന്ന് ഞാൻ കണ്ടു. എപ്പിസോഡ് 25 എന്നെടുത്ത് പറഞ്ഞത് ആ ഒരു എപ്പിസോഡിലാണ് എല്ല് മരിക്കുന്നത്. യെസ്, ലൈറ്റിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എല്ല് മരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, എല്ലിനെ കൊല്ലുവാൻ, അതായത് ലൈറ്റിന് ഒരിക്കലും എല്ലിൻ്റെ റിയൽ നെയിം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ലൈറ്റിൻ്റെ ബുദ്ധി തന്നെയാണ് സമ്മതിച്ചു. ബട്ട് സ്റ്റിൽ ഷിനിഗാമി എന്ന് പറയുന്ന ഒരു ഗോഡ് തന്നെ വേണ്ടി വന്നു എല്ലിൻ്റെ ഒറിജിനൽ പേര് കണ്ടുപിടിക്കുവാൻ. അത് തന്നെ ഒന്ന് ഓർത്താൽ മതി ഇദ്ദേഹത്തിൻ്റെ റേഞ്ച് എവിടെയായിരുന്നെന്ന്. ഒന്നും അറിയത്തില്ല, ഷിനിഗാമി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, ഇങ്ങനത്തെ ഒരു റെലമുണ്ടോ എന്നൊന്നും അറിയാതെ അദ്ദേഹം ആദ്യം തന്നെ ലൈറ്റാണ് സസ്പെക്റ്റ് എന്ന 1%, 5%, 7% ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ഇവരുടെ ഒരു ഇൻ്റലിജൻറ്റ് വാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് പിടിക്കുന്ന പോലത്തെ സാധനങ്ങളാണ് ഇവരെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള, അതായത് നമുക്കറിയാം ഇതിൻ്റെ ഒരു സ്റ്റോറി നറേറ്റ് ആൻഡ് ടെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റ് അന്യായ ക്ലവർ ആയിട്ടുള്ള ഒരാളാണ്, കഥാനായകനാണ്. അദ്ദേഹത്തിനെ റൈവൽ നിർത്തുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം റൈവൽ നിൽക്കണ്ടേ എന്നുള്ള ഒരു രീതിയിൽ എഴുതിയെടുത്തതാണ് ഈ ടാസുഗുമി ഒഹോബ എല്ലെന്ന് പറയുന്ന ക്യാരക്ടറിനെ. പക്ഷേ ഇവഞ്ച്വലി എല്ല് ലൈറ്റിനെ സർപ്രൈസ് തന്നെ ചെയ്തു. ദൈവമില്ലായിരുന്നെങ്കിൽ എല്ല് ഡെഫിനറ്റ്ലി വിന്ന് ചെയ്തേനെ. ഞാൻ ഈ ഒരു കഥയിൽ എല്ലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണെന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ ലൈറ്റും എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ അദ്ദേഹം ചെയ്തതും ഒരു തരത്തിൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് ലൈറ്റ് തന്നെയാണ് ഇതെന്ന് ഒബ്സർവേഷൻ സ്കിൽ കൊണ്ട് മാത്രം കണ്ടുപിടിച്ച എല്ലിൻ്റെ ബുദ്ധി എൻ്റെ രീതിയിൽ ലൈറ്റിനേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ്. എല്ലെന്ന് പറയുന്ന സിമ്പൽ യൂണിവേഴ്സൽ രീതിയിൽ ലോസിനെയോ അല്ലെങ്കിൽ ലോയിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതേ രീതിയിൽ നമ്മളൊന്ന് ഈ ഒരു ആനിമെ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ജസ്റ്റിസിനും ലോയിഡും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ എന്ന രൂപേണ നമുക്ക് എല്ലിനെ കാണാവുന്നതാണ്. ഇദ്ദേഹം ഒരിക്കലും ഒരു ചെരുപ്പിട്ടതായി ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോൾ തന്നെ ഫീറ്റ് കണ്ടാലും ഇങ്ങനെ ഒരു തള്ളവിരലിൻ്റെ മണ്ടൽ വേറൊരു തള്ളവിരൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടെന്നൊക്കെ പോലെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് കുറേ വിയേർഡായിട്ടുള്ള ഫിസിക്കൽ ട്രേറ്റ്സും കാണിക്കുന്നുണ്ട്. സീരീസിൽ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റിൻ്റെ പോലെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എല്ലിന് കാണിക്കുന്നില്ല. യെസ്, പുള്ളിക്കാരനായിരുന്നു എല്ലിൻ്റെ ആ ഒരു ഒറിജിനൽ ഫേസ് ഒക്കെ അറിയുന്നതിന് മുമ്പ് പോലീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പുള്ളി വാട്ടറി എന്ന് പറയുന്ന ഒരു ആളുമായിട്ടായിരുന്നു. ഇദ്ദേഹം ഒരു ഗാർഡിയനോ അസിസ്റ്റൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണമെങ്കിലും കൊടുത്തിരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് വാട്ടറിയെ കണക്കാക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ വാട്ടറി നല്ല ഫാദർ ഫിഗർ ആയിട്ടുള്ള ഒരാളെന്ന് വേണമെങ്കിലും പറയാം. പിന്നീട് എല്ലിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സക്സസേഴ്സായിട്ട് വരുന്ന 2 പേരാണ് നിയറും മെലോയും. ഇവർ 2 പേരും എല്ലിൻ്റെ 2 ഹാഫാന്ന് വേണമെങ്കിൽ പറയാം. നിയർ മെത്തഡോളിക്കൽ കാംനെസ് ആണ് എല്ലിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിരുന്നെങ്കിൽ മെലോ ഇൻഹെറിറ്റ് ചെയ്തിരുന്നത് റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ബോൾഡ്നെസ് ആണ്. ഇത് രണ്ടും ഒരേ രീതിയിൽ ചെയ്ത ഒരാളാണ് എല്ല്. എല്ലിൻ്റെ ഇൻ്റലിജൻസ് ആൻഡ് മെത്തോഡോളജി നോക്കുകയാണെങ്കിൽ ഒബ്സർവേഷൻ സ്കില്ല് അന്യായമാണ്. മൈക്രോ എക്സ്പ്രഷൻസ് പോലും എല്ല് നോട്ടീസ് ചെയ്യും, ഹാബിറ്റ്സ് നോട്ടീസ് ചെയ്യും, ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ എന്ന് നോക്കും. അല്ലാതെ ഇനിയിപ്പോൾ സൈക്കോളജിക്കൽ വാർഫെയർ ആണ് നോക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട്, അതായത് ഒരു തെളിവില്ലാതെ ഇൻഡയറക്ട്ലി ഗട്ട് ഫീലിംഗ് ഉപയോഗിച്ചിട്ട് ഇത് തന്നെ ആയിരിക്കാം ഇതെന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ എല്ലിനെ കൊണ്ട് പിൻ പോയിൻ്റ് ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കിറയുടെ ലൊക്കേഷൻ. ലോകത്ത് എവിടെ വേണേലും ആകാലോ, ഈ കിറ അല്ലെങ്കിൽ ഈ ലൈറ്റ് യാഗമി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സീനുണ്ട്. അതായത് ഈ TV-യിൽ ഒരാളെ വെച്ചിട്ട് ജപ്പാനിലാണെന്ന് കണ്ടുപിടിക്കുന്നൊരു സീൻ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ. അത് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കണക്കാക്കാൻ പറ്റും. പിന്നെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ പലതവണ എല്ല് തന്നെ ഡേഞ്ചർ ഡെലിബറേറ്റ്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും മാസ സീനാണ് ലൈറ്റ് യാഗമിയുടെ ഫ്രണ്ടിൽ ചെന്ന് കോളേജിൽ അവൻ തന്നെ വന്ന് പറയും ഞാനാണ് എല്ലെന്ന്. അയ്യോ, അതൊക്കെ ഒരു 1.5 ഫീൽ ആൻഡ് റൊമാൻറ്റിഫിക്കേഷൻ തന്ന മൊമെൻറ്റ്സ് ആയിരുന്നു.
ഇനിയിപ്പോൾ എല്ലിൻ്റെ വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സോഷ്യലൈസ് ചെയ്യുകയായിരിക്കും എല്ലിൻ്റെ ഒരു വീക്ക്നെസ്. സോഷ്യലൈസ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു വീക്ക്നെസ് ആണ് ട്രസ്റ്റ് ഇഷ്യൂസ്. എല്ല് ആരെയും കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് സീരീസ് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. സോ അതൊരു വീക്ക്നെസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ബട്ട് അതേസമയം ഇതൊരു സ്ട്രെങ്തും കൂടിയാണ്. അദ്ദേഹം എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഡിഡക്റ്റീവ് ആയിട്ടുള്ള റീസണിങ്ങും ആയിരിക്കാം. അദ്ദേഹം പിന്നെ ഒബ്സസ്ഡ് ആയിട്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നത് സ്വീറ്റ്സ് ആണ്. അതെന്തുമാണ് സിംബോളിഫൈ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ഡോപ്പോമിൻ ബൂസ്റ്റിനോ ബ്രെയിൻ ആക്ടിവിറ്റിക്കോ ഹെൽപ്പ് ആവുന്ന തരത്തിൽ എന്തിനേലും ആയിരിക്കാം സ്വീറ്റ്സ് കഴിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ബോഡി സാക്രിഫൈസ് ചെയ്തിട്ട് തലച്ചോറിന് വളമിട്ട് കൊടുക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഉടനീളം അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കേസുകൾ. ഇതിൻ്റെ അകത്ത് എല്ലിൻ്റെ റിയൽ പവർ അറിയുന്നുവെങ്കിൽ നിങ്ങൾ ഡെത്ത് നോട്ട് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കണം. എന്നാലും ഇദ്ദേഹം ഓരോ തവണ എങ്ങനെയാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്, പിൻ പോയിൻ്റ് ആയിട്ട് എങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാവുള്ളൂ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു 1.5 സീരീസാണ് നമ്മൾ ഈ പറഞ്ഞ ഡെത്ത് നോട്ട്. കണ്ടിട്ടില്ലാത്തവർ മസ്റ്റ് വാച്ച് ആയിട്ട് കാണണം. ഒബ്വിയസ്ലി ഞാൻ സ്പോയിലർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. എല്ലിൻ്റെ മരണം അത്രയ്ക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സ്പോയിലർ ഇല്ലാതെ തന്നെയാണ് ഞാൻ കണ്ടത്. സോ അത്രയ്ക്ക് എന്നെ എഫക്റ്റ് ചെയ്തിരുന്നത്. ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് സത്യം പറഞ്ഞാൽ പോയത് ലാസ്റ്റ് എപ്പിസോഡിലേക്കാണ്. ബാക്കിയെല്ലാം തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യുമായിരുന്നു. സ്കിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങ് വിട്ടു കഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. എൻ്റയർ 25 എപ്പിസോഡ് വരെ കണ്ടിന്യൂസ് വാച്ചിങ് ആയിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു? നിങ്ങൾ ഫസ്റ്റ് ഡെത്ത് നോട്ട് കണ്ടപ്പോഴുള്ള ഫീൽസ് ആൻഡ് എക്സ്പ്രഷൻസ് നിങ്ങളൊന്ന് പറയുക. അടുത്തൊരു ഡെത്ത് നോട്ട് വീഡിയോ ക്യാരക്ടർ അനാലിസിസ് ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. அழகில் என் இதயம்